സ്വകാര്യ ബസ് ഉടമകളും ഇന്ന് പണിമുടക്കിലാണ്. പ്രിയദർശിനി സൗജന്യയാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർത്തതോടെയാണ് സർവീസ് നിർത്തിവെച്ച് തൊഴിലാളികളും ഉടമകളും പ്രതിഷേധിക്കുന്നത്. അതേസമയം സൗജന്യയാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർത്തുവെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ ഈ യാത്ര കൊണ്ടുള്ള സൗജന്യം കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് ടിക്കറ്റ് എടുക്കാൻ തയ്യാറായി ഇപ്പോഴും ഉദ്യോഗസ്ഥരായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ അവരോട് കാശ് വേണ്ട എന്നുള്ളൊരു നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്ന് പറയുന്നത് ഈ യാതൊരു തത്വദീക്ഷയില്ലാതെ ഒരു മുന്നൊരുക്കവും നടത്താതെ ഇങ്ങനൊരു പരിപാടി ആവിഷ്കരിച്ചാൽ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ദോഷമുണ്ടാകും എന്ന് ചിന്തിക്കാൻ നമ്മുടെ UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായൊരു കാര്യം. ആലപ്പുഴയിൽ നിന്നിപ്പോൾ ഷാജഹാൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതിസന്ധിയാണല്ലേ ഷാജഹാൻ ഈ സ്വകാര്യ ബസ് മേഖല നേരിടുന്നത്? എന്തായാലും ഈ പദ്ധതി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഈ പ്രൈവറ്റ് ബസ് മേഖലയുടെ ആശങ്ക അവർ പങ്കുവച്ചിരുന്നതാണ്. അതിനുശേഷം പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതിന് ശേഷവും സർക്കാർ തലങ്ങളിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു. ആ ഘട്ടത്തിലും പല നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതൊന്നും പരിഗണിക്കാനായി സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഇന്ന് ആലപ്പുഴയിൽ അടക്കം നടക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് വേളയിൽ സ്ത്രീകളാണ് കേരളത്തിൽ അധികം വോട്ടർമാരുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിച്ച് അവരുടെ വോട്ടുകൾ സ്വന്തമാക്കുക, അതായിരിക്കാം അവരുടെ ലക്ഷ്യം. പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്ത് ബലിയാടാകുന്ന വളരെ വലിയ കുറച്ച് ജനവിഭാഗമുണ്ട്. കാര്യം ഇവരുടെയൊക്കെ കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. നമുക്കറിയാം, പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് ആരും എതിരല്ല. പക്ഷേ അതിൽ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് സർക്കാരിൻ്റെ ട്രാവലിംഗ് അലവൻസ് വരെ വാങ്ങിച്ച് യാത്ര ചെയ്യുന്നവരാണ് അതിൻ്റെ അകത്ത് അധികവും. കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ അകത്ത് അധികവും യാത്ര ചെയ്യുന്നത്. ഇവർക്കൊക്കെ തന്നെ സർക്കാർ യാത്രാക്കൂലിയൊക്കെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ഈ സൗജന്യ യാത്രയിൽ പെടുന്നു. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നത് കാര്യം, സാധാരണ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ പോലും APL BPL കാർഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം സൗജന്യ യാത്ര കൊടുക്കാം, അതിന് അർഹതപ്പെട്ടവർക്ക് സൗജന്യ യാത്ര കൊടുക്കാം. അനർഹരായിട്ടുള്ളവർക്ക് എന്തിന് സൗജന്യ യാത്ര കൊടുക്കാം? അവർ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ KSRTC ബസ്സിൽ ഈ സൗജന്യ യാത്ര തുടങ്ങിയതിന് ശേഷം 60-70 പേര് ഇരിക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റി അതിൻ്റെ ഇരട്ടിയായിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 10, 15, 20 വർഷം പഴക്കമുള്ള ബസ്സുകളാണ് നമ്മുടെ KSRTC ബസ്സുകൾ. അതിനൊക്കെ ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് മാറും. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ് ഈ സ്വകാര്യ മേഖലയിലുള്ള ഈ ബസ്സുകൾ അല്ലെങ്കിൽ ബസ് ഉടമകളൊക്കെ തന്നെ പറയുന്നത്. നമുക്കറിയാം, ഒരു സ്വകാര്യ ബസ്സിൻ്റെ ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്ലീനർക്ക് അല്ലെങ്കിൽ 4 പേര് അതിൻ്റെ അകത്ത് ജീവനക്കാരായിട്ടുണ്ട്. ഇവരുടെ ശമ്പളം മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമയ്ക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് ബസ് ഉടമകൾ പോകുന്നു. കാര്യം 12,000, 15,000 രൂപ ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്ന അതിൻ്റെ നേരെ പകുതിയായിട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവനക്കാരെ പിടിച്ചുവിടേണ്ട ഒരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ ബസ്സിൻ്റെ സർവീസ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇത് വളരെയധികം പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന. കാര്യം ലക്ഷങ്ങൾ മുടക്കി ബസ് വാങ്ങിച്ചു അവർക്ക് ഉപജീവന മാർഗത്തിനായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തിവെക്കേണ്ട ഒരു നിലയിലേക്ക് മാറുന്നു. അതിനെതിരെയാണ് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെ ഇന്ന് ഉടമകളും അതോടൊപ്പം തന്നെ ജീവനക്കാരുമൊക്കെ തന്നെ കളക്ടറേറ്റിലേക്ക് മാർച്ചുകൾ നടത്തുന്നത്. ഇന്ന് ആലപ്പുഴയിലും സമാനമായ രീതിയിൽ മാർച്ചുണ്ട്. അത് രാവിലെ ഏതാണ്ട് 10-11 മണിയോടുകൂടിയായിരിക്കും കളക്ടറേറ്റ് മാർച്ച് നടക്കുക. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.